പ്രിയപ്പെട്ട BNI ഫാമിലി, ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എണീറ്റ് നിൽക്കുമ്പോൾ. ആൻസോണിനെ കുറിച്ചിട്ട് കൂടുതൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെയൊക്കെ നാവിലും മനസ്സിലൊക്കെ രുചിയായിട്ട് മധുരമായിട്ട് കുറച്ചെങ്കിലും ആൻസോൺ ബാക്കി ഉണ്ടാവും എന്നുള്ള ചെറിയ വിശ്വാസത്തോടെയാണ് ഇവിടെ എണീറ്റ് നിൽക്കുന്നത്. ഞാൻ BNI വരുമ്പോൾ ആൻസോൺ ലോഞ്ച് ചെയ്യുന്നത് തന്നെ BNI വഴി ആണ് ഉണ്ടായിരുന്നത്. ഒരുപാട് ആശങ്കകളോടെ സക്സസ് ആവോ എന്താവോ എന്നൊക്കെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലാണ് BNI വന്നത്. ഇപ്പൊ ഇവിടെ എണീറ്റ് നിൽക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് 3 മാസം കൊണ്ട് 3000+ ഹാപ്പിനെസ് ഡെലിവേർഡ് ആയിട്ടുള്ള പ്രൗഡ് മൊമെന്റിൽ അഭിമാനത്തോടെ ഞാൻ ഇവിടെ എണീറ്റ് നിൽക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ക്രെഡിറ്റ്സ് ഗോസ് ടു BNI. താങ്ക് യു BNI. ഞാൻ ഒരുപാട് എക്സ്ട്രീം ഗ്രാറ്റിറ്റ്യൂഡ് ഈ സമയത്ത് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ BNI ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇൻവൈറ്റ് ചെയ്ത് അവിചാരിതമായിട്ടാണ് ഈ BNI ഉടായിപ്പാടോ എന്നൊക്കെ വരെ ചിന്തിച്ചിരുന്ന, കൂടുതൽ അറിയാത്ത ചില പോസ്റ്റേഴ്സിൽ ഫ്ലയേഴ്സിൽ മാത്രം കണ്ടിരുന്ന BNI ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന് പ്രതീക്ഷിക്കാതെ ഞാൻ ഇവിടെ കടന്നു വരാൻ കാരണം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പണ്ടാരീസിന്റെ ഫാറൂഖ, ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിന്റെ ശേഷം ജോയിൻ ചെയ്തതിന്റെ ശേഷം പ്രിയപ്പെട്ട എൻ്റെ മെന്റർ ഹംസ പന്തലൂർക്കാരൻ, അതേപോലെ ഫാമിലി ആയിട്ട് ഒരുപാട് തുടക്കം എന്നുള്ള എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരു ബ്രദറിനെ പോലെ അനിയനെ പോലെ പറഞ്ഞന്ന് കൂടെ നിർത്തി ഒരുപാട് സപ്പോർട്ട് തന്ന, ആത്മവിശ്വാസം തന്ന പ്രിയപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഹൃദയം നിറഞ്ഞ നന്ദിയും അകമഴിഞ്ഞ കടപ്പാടും പ്രാർത്ഥനകളും തിരിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ ആൾറെഡി ലോഞ്ച് ചെയ്ത 6 പ്രൊഡക്ട്സിന്റെ പുറമെ പുതുതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള 8 പുതിയ പ്രൊഡക്ട്സ് ഇവിടെ നിങ്ങൾക്ക് നമ്മളെ BNI ഫാമിലിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മളത് ഔട്ട് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ അത് കഴിക്കണം, കഴിച്ചു നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം എന്നുള്ളത് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാ ഫ്ലേവേഴ്സും നിങ്ങളുടെ നാവിൽ എത്തിയാലാണ് ഇന്ന് ഈ പരിപാടി ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കും ഹാപ്പി ആവുക. വൺസ് അഗൈൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഈ സമയം ഞാൻ നമ്മളുടെ ആൻസോണിന്റെ യഥാർത്ഥ വിഷൻ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു സ്വപ്ന പദ്ധതി നിങ്ങൾക്ക് മുമ്പിൽ അനൗൺസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ 6 പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് നമ്മൾ ഒരു സ്വപ്ന പദ്ധതി ആദ്യമായിട്ട് അനൗൺസ് ചെയ്തിരുന്നു, ഡോഡോ ഗ്രീൻ റിവാർഡ്സ് പ്രോഗ്രാം. നിങ്ങൾക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആൻസോണിന്റെ പിന്നിലൊരു ബേർഡ് ഉണ്ട് ലോഗോയിൽ. നിങ്ങൾ നേരത്തെ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് സഞ്ചാരി പ്രാവ്, പാസഞ്ചർ പീജൻ എന്ന് പറയുന്ന എക്സ്റ്റിങ്ക്റ്റ് ആയ നമ്മൾ കാരണം നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഈ മണ്ണിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു പ്രിയപ്പെട്ട പക്ഷിയുടെ ഓർമ്മയാണ് ആൻസോണിന്റെ സ്റ്റോറി. ആൻസോണിന് 10 വർഷത്തെ ഡ്രീം നമ്മളൊരു കമ്പനിയായിട്ട് ഫോം ചെയ്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത്, ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾക്കായിട്ടൊരു ബ്രാൻഡ് സ്റ്റോറി വേണ്ട, ഈ കിളിയുടെ കഥയാവട്ടെ ആൻസോണിന്റെയും കഥ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രാൻഡ് സ്റ്റോറി പാസഞ്ചർ പീജന്റെ ബ്രാൻഡ് സ്റ്റോറിയാണ്. നമുക്ക് നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ, നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊണ്ടുവരാനും ഇനിയൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യാനുള്ള ചെറിയ അറ്റംപ്റ്റ്, അന്നാർക്കണ്ണനും തെന്നാലായത് എന്ന് പറഞ്ഞതുപോലെയുള്ള ചെറിയ അറ്റംപ്റ്റിന്റെ ചെറിയ പ്രോട്ടോടൈപ്പാണ് ആൻസോൺ. വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ട് കിട്ടിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ അറ്റ്മോസ്ഫിയറിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രീം പ്രൊജക്ട് ഇവിടെ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഡോഡോ ഗ്രീൻ റിവാർഡ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. വിശദമായിട്ട് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. ഈ പക്ഷിയും ഇതേപോലെ നമ്മൾ കാരണം ഭൂമിയിൽ നിന്ന് പാടെ നശിച്ച് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയാത്ത പക്ഷിയാണ്. ഈ പക്ഷിയെ പ്രതീകാത്മകമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് നമ്മളുടെ ഗ്രീൻ ഇനീഷ്യേറ്റീവ്, നമ്മളുടെ കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം, റിവാർഡ് പോയിന്റ് ഒക്കെ ഒരുപാട് പലരും ചെയ്യുന്നതാണ്. അത് നമ്മൾ ഗ്രീൻ ഇനീഷ്യേറ്റീവായിട്ട് മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നതിലൊക്കെ എക്കോ ഫ്രണ്ട്ലി സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ശ്രമമാണ്. ഇത് വിജയിക്കുകയാണെങ്കിൽ ഇതൊരു വേൾഡ് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ പറയാൻ കഴിയും. ആ രീതിയിൽ വലിയ സ്വപ്നങ്ങളിലേക്ക് നടന്നെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അടുത്ത ഈ വരുന്ന ജനുവരി 1 മുതൽ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിലും, ഓരോ ഗിഫ്റ്റ് ഹാമ്പറിലും, ഓരോ പാക്കിലും നമ്മൾ ഒരു സ്പെഷ്യൽ സീഡ് പാക്ക് ചേർത്തിട്ടുണ്ടാവും. അത് ഒരു പക്ഷേ ഒരു പേനയിലാവാം, അല്ലെങ്കിൽ ടോയിന്റെ ഉള്ളിലാവാം. നിങ്ങൾ ആ പേന എഴുതി കഴിഞ്ഞ് അല്ലെങ്കിൽ കളിച്ചു കഴിഞ്ഞ് ടോയ് കേട്ട് വരുമ്പോൾ വലിച്ചെറിയുമ്പോൾ അതിൽ വിത്തുണ്ടാവും. ഇത് പലരും ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുള്ള മോഡലായിരിക്കാം. പക്ഷേ നമ്മൾ ഒന്നും കൂടി മാറി ചിന്തിച്ചിട്ട് ആ വിത്ത് നിങ്ങൾ കുഴിച്ചിട്ടിട്ട് നമ്മളുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റിവാർഡ് പോയിന്റ് ഉണ്ടാവും. അത് ട്രാക്ക് ചെയ്യുന്ന പ്രത്യേക ആപ്പ് സംവിധാനങ്ങൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതിന് 2 ലീഫ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് ഉണ്ടാവും. 1 മീറ്റർ ഹൈറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ റിവാർഡ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു വിത്തുണ്ടാവും. മക്കൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനൊപ്പം ആ മരവും വളരും. ആ മരം വളരുന്ന ഓരോ ദിവസവും നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട്, ഈ മണ്ണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. തുടക്കത്തിൽ നമ്മൾ കണിക്കൊന്ന, അതേപോലെ അഗസ്തി മരം, ഹമ്മിങ് ബേർഡ് ട്രീയുടെ ഒക്കെ പ്ലാന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ തുടക്കത്തിൽ പ്ലാൻ ചെയ്യുന്നത്. ചെറിയൊരു മോഡലാണ്. വിശദമായിട്ട് വരും ദിവസങ്ങളിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. വളരെ ഈസി ആയിട്ട് നമ്മളൊരു മരം മണ്ണിലേക്ക് എറിഞ്ഞ് തീരെ മെയിൻ ചെയ്യാതിരുന്നാൽ പോലും ദിവസം ഇങ്ങനെ ഒരു ചെറിയ തൈ, ഒരു 8-10 വർഷം ആണ് ശരാശരി ഇതിന്റെ ആയുർദൈർഘ്യം ഈ മരത്തിന്റെ.
അത് ഡെയിലി മിനിമം 2 പേർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇങ്ങനെ ഒരു ചെറിയ മരം പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ സന്തോഷങ്ങളിലും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യത്തിന് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും സമൂഹത്തിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമ്മൾ കൊടുക്കാൻ പറ്റുക. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലോയൽറ്റി പ്രോഗ്രാം, നമ്മളുടെ ഗിഫ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ഇത്തരത്തിൽ ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ സ്ക്രീൻ അഡിക്ഷനും മറ്റൊക്കെ മാറ്റുന്ന രീതിയിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ വലിയ വിഷനായിട്ട് സ്വപ്നം കാണുന്നത്. വിജയിക്കോ എന്നുള്ളത് അറിയില്ല. ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹം ഇനിയും ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പ്രതീക്ഷ. ഒരു കവിത പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ഒരു ചെടിയോട് കാറ്റ് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ വെറുതെ വെയിലും മഴയൊക്കെ കൊണ്ട് വാടി നിൽക്കുന്നത് എന്ന്. അപ്പൊ ചെടി പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഒരു പൂ വിരിയും. താങ്ക് യു സോ മച്ച്.